चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामख्यं ददाति शपथान्तिकम्। देहं श्रीगुरोः श्रीपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथानिदं तं सजीवं साद्वैतं सावधूतं प्रजनसहितं कृष्णचैतन्यदेवं तथा कृष्णपादान् सहगणललिता श्रीविशाखानितांश्च नमावं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनामिने नमस्ते सारस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य शरणे हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकांत राधाकांत नमोस्तुते सप्तकांचन गौरांगी राधे वृंदावन श्री वृषभानुसुते देवी हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पदानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे നാരായണം നമസ്കൃത്യ നരം ചൈവതരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഈ ശ്രീമദ് മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ജരാസന്ധന്റെ നമുക്ക് എന്താ പറയാ വലങ്കൈ എന്ന് പറയുന്ന ആ ഇതിലുണ്ടായിരുന്ന വലങ്കൈകൾ എന്ന് പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ജരാസന്ധന്റെ അഹങ്കാരത്തിന്റെ പ്രധാന കാരണം ആയിരുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഹംസനും ദിംബകനും. അങ്ങനെ ഹംസനും ദിംബകനും കൊല്ലപ്പെട്ടു. അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാം. ഇവരെ അങ്ങനെ വലിയ തപസ്സൊക്കെ ചെയ്തു. ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നൊരു വരമൊക്കെ മേടിച്ചവര്. അപ്പോ ഇവരെ ആർക്കും കൊല്ലാം, അവര് ചോദിച്ച വരം എന്ന് വെച്ചാൽ വേറെ ആരും കൊല്ലാൻ പാടില്ല, ഞങ്ങൾ തന്നെ കൊല്ലണം എന്നുള്ളൊരു വരമൊക്കെ കിട്ടിയവർക്ക്. അങ്ങനെയാണ് വരം മേടിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിന്റെ ബലത്തിലാണ് ജരാസന്ധൻ ഒരുപാട് ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഇവൻ നമ്മുടെ ഭഗവാൻ വരെ പലതവണ ശ്രമിച്ചു അല്ലെ, മധുര ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹംസൻ എന്നുള്ള ഒരു പേരുള്ള വേറൊരു രാജാവിനെ 18 ദിവസത്തെ യുദ്ധത്തിലൂടെ ഭഗവാൻ ബലരാമൻ വധിക്കുകയാണ്. അപ്പൊ ഈ വിവരം തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു മനോവ്യതയില് ദിംബകൻ യമുനിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള വാർത്ത കാരണമാണ് അല്ലെ, നമ്മളിന്നും കാണുന്നുണ്ട് അല്ലെ, പല തെറ്റായ വാർത്തകളും കാരണം, അല്ലെങ്കിൽ നേരെ അന്വേഷിക്കാതെ നിരുത്തരവാദപരമായിട്ടുള്ള കൊടുക്കുന്ന വാർത്തകൾ കാരണം പല ആൾക്കാരും മരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ദുഃഖങ്ങളിലേക്ക് പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്നത്തെ കാലത്ത് ഈ വാർത്ത കൊടുക്കുന്നവർ അതിനെപ്പറ്റി ഒരു ക്ഷമാപണം പോലും കൊടുക്കാറ്, തിരുത്താറൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. പണ്ട് ഇങ്ങനത്തെ ഒരു തെറ്റായ വാർത്ത കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെറ്റായ വാർത്തയിലാണ് ഈ ദിംബകൻ മരിക്കാൻ കാരണം. അപ്പം സ്വയം മരിക്കാനേ പറ്റൂ, വേറെ ആരും കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരവാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ദിംബകൻ മരിച്ചു. ഇത് കഴിയുമ്പോൾ ഹംസൻ അറിയുന്നത് ദിംബകൻ മരിച്ചായിട്ട്. ഈ ദുഃഖം താങ്ങാതെ ഹംസനും ആത്മഹത്യ ചെയ്യാൻ. കംസനല്ല, ഇത് ഹംസൻ എന്ന് പറഞ്ഞ ഹംസൻ ദിംബകൻ സഹോദരന്മാരുമാണ്, അതുപോലെ തന്നെ ഉറ്റ ചങ്ങാതികളാണ് രണ്ടുപേരും. അങ്ങനെയാണ്. അപ്പൊ അങ്ങ് കൃഷ്ണൻ ഇത് വിഷ്ണുനോട് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇത് കഴിയുമ്പോ ആക്രമിക്കാനായിട്ട് വന്ന ജരാസന്ധൻ വളരെ ദുഃഖാർത്ഥനായിട്ട് തിരിച്ച് പോവുകയാണ് സ്വന്തം സാമ്രാജ്യത്തിലേക്ക്, മഗധയിലേക്ക് തിരിച്ചു പോകും. മഗധ രാജനാണ് ഈ ജരാസന്ധൻ. അങ്ങനെ ഗിരിവ്രജ എന്നൊരാണ് അദ്ദേഹത്തിന്റെ ഈ മഗധയുടെ തലസ്ഥാനം. ഗിരിവ്രജ എന്നൊരു സ്ഥലമാണ്, ഒരു നഗരമാണ്. അവിടെ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് കൃഷ്ണൻ പറയണ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി, വേറെ ശല്യമൊന്നും ഇല്ല ആളെ കൊണ്ടിപ്പോ എന്ന് പറയാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടും അവരുടെ മരണഭയം അല്ലെ, സ്വന്തം ജനങ്ങൾ മരിക്കുന്ന ഒരിക്കലും ഒരു രാജാവിന് സഹിക്കാമല്ല, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തില് ജരാസന്ധൻ അത്ര ശക്തിമാനായിരുന്നു, ശക്തിശാലിയാണ്. അപ്പൊ അതുകൊണ്ട്
നമുക്ക് ചില സാഹചര്യം രാജതന്ത്രമാണ്. അല്ല, ശരിക്കും ഭഗവാൻ കൃഷ്ണനെ ഒന്നും പ്രശ്നമല്ല. എങ്കിലും ചില കാര്യങ്ങൾ ഭഗവാൻ മാനിക്കുന്നതാണ്. ചില ശക്തി വിശേഷങ്ങളെയൊക്കെ മാനിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നീട് തന്റെ ഉത്തമ ഭക്തന്മാർക്ക് ആ ഒരു കർമ്മം ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് കൂടിയാണ് ഭഗവാൻ. പല കാരണങ്ങളുണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ഒന്നും പേടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ എന്ത് ചെയ്താലും അതിന്റെ ഒരു വ്യക്തമായ കാര്യകാരണങ്ങളോടുകൂടി മാത്രമേ ഭഗവാൻ എല്ലാ കാര്യം ചെയ്യൂ. കാരണം അതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ എന്നും പരമപുരുഷൻ എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജഗദീശ്വരൻ, സർവേശ്വരൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ ഭയന്ന് ചിലർ പറയും, ഭഗവാൻ എന്തുകൊണ്ട് ജരാസന്ധനെ ഭയന്നോടി എന്ന് പറയും. പക്ഷെ അങ്ങനെ ഭയന്നോടിയതല്ല ശരിക്കും. അങ്ങനെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ. അപ്പോ അങ്ങനെ ഭഗവാൻ പറയുന്നത്, ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു, ഈ രൈവതക പർവ്വതത്തിനടുത്തായിട്ട് കുശസ്ഥലി എന്ന് പറഞ്ഞ ഒരു തകർന്നു നടന്ന ഒരു നഗരത്തെ ഞാനിങ്ങനെ എന്താ പറയാ പുനരുദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു നഗരമാണ് ഭഗവാന്റെ ദ്വാരക. കിടങ്ങുകളും അതുപോലെ തന്നെ വലിയ വലിയ കോട്ടകൾ, അങ്ങനെ പറയാം ഒരുപാട്. നേരത്തെ നമ്മള് അർജുനന്റെ ദ്വാരകാ പ്രവേശനെ പറ്റി പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ദ്വാരകയുടെ ആ ഒരു കൺസ്ട്രക്ഷനും അതിന്റെ ഒരു പ്രത്യേകതയൊക്കെ. അങ്ങനെ ഇദ്ദേഹം അവിടേക്ക് ദ്വാരക അപ്പം പറയാണ്, ഭഗവാൻ പറയാണ്, ഞങ്ങൾ അങ്ങനെ ഈ മധുരവാസികളെ കൂട്ടി എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഈ ദ്വാരകയിൽ താമസമാക്കി. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ജരാസന്ധന്റെ ഈ രണ്ട് കൈകളും അല്ലെ വെട്ടി, എന്താ പറയാ, അതിന്റെ രണ്ട് കൈകൾ തന്നെയായിരുന്നു അത്, ഈ ഹംസൻ ദിമ്പകൻ. അതുകൊണ്ട് ആ വിഷമത്തിൽ അദ്ദേഹം ആ ഡിപ്രഷനിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒരു ശല്യമൊന്നും ഇല്ല. യുദ്ധം ചെയ്യാനുള്ള ആ ഒരു ത്വരയൊന്നും ഈ ന്യൂസ് അറിഞ്ഞോടുകൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോയേക്കാണ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ജരാസന്ധ ഇത്ര ശക്തി എന്നുള്ള ഭഗവാൻ സർവം അറിയുന്ന ആളല്ലേ. ഭഗവാൻ എന്താ പറയാ സർവജ്ഞാനിയാണ്, സർവജ്ഞനാണ്. പിന്നെ ഭഗവാൻ പറയാണ് ഈ യുധിഷ്ഠിരനോട്, ഭീമനോട്, അർജുനോടൊക്കെ പറയാണ് എന്തുകൊണ്ടാണ് ജരാസന്ധൻ എങ്ങനെ ജനിച്ചു, അയാൾക്ക് എങ്ങനെ ഇത്രയും ശക്തി കിട്ടി എന്നൊക്കെയാണ്. ജരാസന്ധന്റെ ജനനത്തെ പറ്റി പറയുകയാണെങ്കിൽ രാജാ ബൃഹദ്രഥൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. ബൃഹദ്രഥൻ എന്ന രാജാവ് കാശി രാജാവിന്റെ രണ്ട് ഇരട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അങ്ങനെ വർഷങ്ങളോളം താമസിച്ചുവെങ്കിലും അദ്ദേഹത്തിന് കുട്ടികളെ സന്താന ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് ഈ ബൃഹദ്രഥൻ എന്ന് പറയുന്ന രാജാവ് തന്റെ നഗരത്തിൽ ഒരു വിശേഷപ്പെട്ട ഋഷി, സിദ്ധനായിട്ടുള്ള ഒരു ഋഷി എത്തിയിട്ടുള്ള കാര്യം അറിഞ്ഞു. അതിന്റെ പേര് ചണ്ഡകോശികൻ എന്നാണ്. ചണ്ഡകോശികൻ. അപ്പൊ ചണ്ഡകോശികന്റെ അടുത്ത് പോയിട്ട് തന്റെ ദുഃഖം അറിയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്താ പറയാ പരിവാര സമേതനായിട്ട് പോയി രണ്ട് ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഈ ഋഷിയെ സേവിച്ച് അനുഗ്രഹമൊക്കെ ചോദിക്കണം. അപ്പൊ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ പറയുന്നു, ഈ സാമ്രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു പുരുഷപ്രജയില്ല, സന്താനമില്ല. അതുകൊണ്ട് എനിക്ക് അതാണ് ആവശ്യം. എന്റെ മരണശേഷം എന്റെ സാമ്രാജ്യം, എന്റെ പരമ്പര നിലനിർത്താൻ ഒരു പുത്രൻ വേണം. അങ്ങനെ കുറച്ചു നേരം ഒരു മാവിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കും. ചണ്ഡകോശികൻ ഇങ്ങനെ ധ്യാനിച്ച ശേഷം പറയും, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഗാഠമായ ധ്യാനത്തിലേക്ക് പോകും. ആ സമയത്ത് ഈ മാവിൽ നിന്നൊരു പഴുത്ത മാങ്ങ അദ്ദേഹത്തിന് മടിയിലേക്ക് വീഴുകയും അദ്ദേഹം പതുക്കെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ആ മാങ്ങ എടുത്തിട്ട് രാജാവിന് കൊടുക്കുകയാണ്. ഈ ബൃഹദ്രഥന് കൊടുത്തിട്ട് പറയുകയാണ്, ഈ മാങ്ങ താങ്കളുടെ പത്നിക്ക് കൊടുത്താൽ ക്രമേണ സമയമാകുമ്പോൾ ഒരു സൽപുത്രൻ, സർവ്വശക്തനായിട്ടുള്ള ഒരു അമാനുഷ ശക്തിയോട് കൂടിയുള്ള ഒരു പുത്രൻ ജനിക്കുമെന്നുള്ളൊരു അനുഗ്രഹമൊക്കെ കൊടുത്ത് കുറച്ച് മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഈ മാങ്ങ കൊടുക്കുകയാണ്. പക്ഷേ തിരിച്ച് ഇദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ ഇദ്ദേഹം ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പെൺകുട്ടികളും ഇരട്ടക്കുട്ടികളാണ്. അപ്പൊ അവരെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത് കൊടുത്തിരുന്നു, ഈ രണ്ട് ഭാര്യമാരെയും ഒരേപോലെ തന്നെ അദ്ദേഹം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്ക് പാലിക്കാനായിട്ട് ഒരു മാങ്ങയേ ഉള്ളൂ ആദ്യം. വീട്ടിൽ എത്തിയപ്പോഴാണ് ആലോചിക്കുന്നത്, അല്ലെ എന്ത് ചെയ്യും, അവിടെ വെച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ രണ്ട് മാങ്ങ ചോദിക്കായിരുന്നു. ഇപ്പൊ ഒരു മാങ്ങ കിട്ടിയേ ഉള്ളൂ, ഇനിയിപ്പോ എന്താ ചെയ്യും. അങ്ങനെ ഇത് എന്ത് ചെയ്തു, രണ്ടുപേരെയും വിഷമിക്കണം വെച്ചിട്ട് എന്ത് ചെയ്തു, ആ മാങ്ങ മുറിച്ച് രണ്ട് നേർപകുതിയാക്കി രണ്ട് ഭാര്യമാർക്കും കൊടുത്തു. അങ്ങനെ അവർ കഴിക്കുകയും കാലക്രമേണത്തിൽ സമയം തികഞ്ഞപ്പോൾ അവർ ഗർഭവതികളായി. കാലം തികഞ്ഞപ്പോൾ അവർക്ക് പ്രസവവും സംഭവിച്ചു.
സംഭവിച്ച ഈ പ്രസവത്തിൽ പ്രശ്നമുണ്ട്. രണ്ടുപേരും ജന്മം കൊടുക്കുന്നത് പകുതി പകുതിയുള്ള ഒരാൺകുട്ടിയാണ്. ഒരു ഭാര്യ പ്രസവിക്കുന്നത് ഒരു പകുതിയും ഇന്നൊരു ഭാര്യ പ്രസവിക്കുന്നത് ഇന്നൊരു പകുതിയും. അതായത് പകുതി മുഖം, ഒരു കണ്ണുള്ള, ഒരു കാല്, അങ്ങനെ നേർവര പോലെ രണ്ട് പകുതിയായിട്ടുള്ള ശരീരമായിട്ടാണ് വരുന്നത്. അപ്പം ജീവനുണ്ടല്ലോ. അപ്പൊ ഈ വയറ്റാട്ടികൾ എന്ത് ചെയ്യും? ഇതിനടുത്ത് ഈ രണ്ട് മാംസപിണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ശവം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എടുത്ത് കാട്ടിലെറിയും. അങ്ങനെ ആ കാട്ടിലെറിയുന്ന സമയത്ത് ആ വഴി കടന്നു പോകുന്ന ജര എന്നൊരു രാക്ഷസി അത് കണ്ടെത്തുകയും, ഈ ജരയ്ക്ക് ഈ ഒരു ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മാംസം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള രാക്ഷസൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അല്ലെ? ഈ മാംസം ഭക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നരമാംസമൊക്കെ വളരെ ഇഷ്ടമാണ് അവർക്ക്, ഈ രാക്ഷസന്മാർക്ക്. അപ്പൊ ഇത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കയ്യിൽ എടുക്കുന്നതും നല്ല വെയിറ്റ് വന്നുണ്ട്. ഒരു കൗതുകം കൊണ്ട് രണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ നേർപതിയായിട്ടുള്ള പകുതി മനുഷ്യ കണ്ടിട്ടില്ല അതുവരെ. അപ്പൊ ജര എന്ത് ചെയ്യും? ഒരു കൗതുകത്തിന്, ഈ മായാശക്തിയുള്ള ആൾക്കാരാണ് ഈ രാക്ഷസന്മാരൊക്കെ. നമ്മൾ പറഞ്ഞിട്ട് എപ്പോഴും കേൾക്കാറുണ്ടല്ലോ, അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ. അപ്പൊ രാക്ഷസൻ മായാശക്തി കൊണ്ട് ഈ രാക്ഷസി ഈ രണ്ട് കഷ്ണങ്ങളെയും കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർത്ത നിമിഷം ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടാവുക, അത് ഭാരം കൂടുന്നതായിട്ടും അവർക്ക് തോന്നി. കൊണ്ട് അതിനെ ഭക്ഷിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടി സ്വന്തം കൈ ചുരുട്ടി ആ മുഷ്ടി കൊണ്ട് വായ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് അലറിയെന്നാ പറയണം. അലറുന്ന അലർച്ച ദിഗന്ധങ്ങളൊക്കെ പൊട്ടും പോലെ തോന്നിയെന്നാ പറയും. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, ഈ അലർച്ച ബൃഹദ്രഥന്റെ കൊട്ടാരത്തിലും അലയടിച്ചു. എല്ലാവരും അങ്ങനെ ഓടിയെത്തുകയാണ് ഈ സ്ഥലത്തേക്ക്. അങ്ങനെ എല്ലാവരും എത്തുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയ ഈ ജര എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു സ്ത്രീയുടെ രൂപം കൈക്കൊണ്ട് ഈ കുട്ടിയെ രാജാവിനെ കൊടുക്കും. പറയും, രാജാവേ, അങ്ങയുടെ ആഗ്രഹം ഒരു സന്താനലബ്ധി ആയിരുന്നല്ലോ. അദ്ദേഹം അങ്ങ് വർഷങ്ങളായിട്ട് ഇവർക്കെല്ലാം അറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. പ്രത്യേക കഴിവുള്ള ആൾക്കാരാട്ടോ രാക്ഷസന്മാർ. അപ്പൊ അവർക്ക് അറിയാം. അത് മാത്രമല്ല, ഈ രാക്ഷസി താമസിക്കുന്ന ഈ രാജാവിന്റെ ഈ ഒരു സാമ്രാജ്യത്തിലാണ്, ബൃഹദ്രഥന്റെ സാമ്രാജ്യത്തിലും കൂടെയാണ്. അപ്പം എന്തായാലും അതിന് നന്ദി സൂചകമായിട്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ പോകുന്നത്. കൊടുത്തിട്ട്, രാജാവ് അങ്ങയുടെ പ്രജയും ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊടുക്കും. അപ്പൊ ആരാണെന്ന് ചോദിക്കുമ്പോൾ സത്യാവസ്ഥ പറയും, ഞാൻ ജര എന്നുള്ള രാക്ഷസിയാണെന്നൊക്കെ പറയും. മാത്രമല്ല, ഞാൻ ഗൃഹദേവി എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ഒരു സൃഷ്ടിയായിട്ടുള്ള ഒരാളാണ്, പുത്രിയാണ് ഞാൻ. ഗൃഹദേവിയായിരുന്നു. ഗ്രഹങ്ങളിലേക്ക് വസിക്കുന്ന ഒരു തരം ദേവി, ഒരു ദേവി എന്ന് പറയാം നമുക്ക്. വീടുകളിൽ എണ്ണ വെച്ച് എന്റെ ചിത്രമൊക്കെ ചെവരിൽ വരച്ച് വെച്ചിട്ട് പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നൽകും, അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഉള്ള വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ജര ഈ കുട്ടിയെ രാജാവിനെ ഏൽപ്പിക്കുകയും രാജാവ് അതിയായി സന്തോഷിക്കുകയും ജരയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകതരം ഫെസ്റ്റിവലൊക്കെ നടത്തി, ആഘോഷങ്ങളൊക്കെ നടത്തി, സ്വീകരണമൊക്കെ നൽകി ഒക്കെ കുട്ടിയെ വളർത്തുകയാണ് രാജാവ്. പേരെന്താ? ജര. സന്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. അപ്പൊ ജര എന്ന രാക്ഷസി കൂട്ടിച്ചേർത്ത ഒരു കുഞ്ഞായതുകൊണ്ട് അതിന് ജരാസന്ധൻ എന്ന പേരും. അത്യധികം ശക്തിയും ബലമുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർന്നു വരുന്നത്. വളർന്ന് രാജാവായി. അങ്ങനെ ഈ കുട്ടി ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സിംഹാസനം ഏൽപ്പിച്ച് അവിടെ രാജാവായിട്ട് ഇരുത്തിയ ശേഷം ഈ ബൃഹദ്രഥനും അദ്ദേഹത്തിന്റെ രണ്ട് പത്നിമാരും കൂടെ വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. വാനപ്രസ്ഥം സ്വീകരിച്ചു പോവുകയാണ്. അപ്പൊ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന പണ്ട് കാലത്ത് അങ്ങനെ ചാതുർവർണ്ണ്യം മഹാസൃഷ്ടം ഭാഗം പറയുന്നുണ്ട് അല്ലേ? അപ്പോ വർണ്ണങ്ങളും ആശ്രമങ്ങളും, ഈ ആശ്രമങ്ങൾ ഒരു പ്രത്യേക, പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ഭാരങ്ങളും സ്വത്തുക്കളും എല്ലാം മക്കളെ ഏൽപ്പിച്ച് ഈശ്വര ചിന്തയിലോട്ട് വഴിമാറി ധ്യാനവും മറ്റു കാര്യങ്ങളും ഈശ്വര സേവയായിട്ട് കഴിയുന്നുണ്ട് അവരെല്ലാം ഉപേക്ഷിച്ചും കാടുകളിലോ അല്ലെങ്കിൽ വനാതിർത്തികളിലോ ഒക്കെ പോയിട്ട് താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എത്ര വലിയ രാജാവായിരുന്നാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇന്നത്തെ പോലെ അധികാരത്തിലേക്ക് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു സംസ്കാരമായിരുന്നില്ല മുമ്പ് ഭാരതത്തിൽ. ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരുവിധം തീർന്നവർ ഈശ്വര ചിന്തയിലോട്ട് പോയി മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിച്ചു. നമുക്ക് കാണാൻ പറ്റും ഈ പുരാണത്തിൽ ഇതിഹാസങ്ങളിലൊക്കെ പല പല മഹാരഥന്മാർ, വലിയ വലിയ മഹാത്മാക്കളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ലോകം കീഴടക്കിയൊരു പോലെ അവസാനം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശ്വര ചിന്തയിലോട്ട് പോയിട്ട്. കാരണം ഈ ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും എത്ര നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാം ഇപ്പൊ നമ്മൾ പറയുന്നതല്ലേ,
പുനർചരിത ചരണം. ഈ ചവച്ചനെ തന്നെ വീണ്ടും വീണ്ടും ഈ പശുക്കളെ അയവെട്ടും പോലെയാണ്. ഉം. നമുക്ക് ഒരു പരിധിവരെ അത് ആനന്ദിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ആനന്ദമൊന്നും ഉണ്ടാവില്ല. ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. അത് തന്നെ എന്നും ഇത് തന്നെ അല്ലേ? എന്ന് പറഞ്ഞ ചിന്തയിൽ അവര് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആനന്ദം എന്താണെന്ന് അന്വേഷിച്ചിട്ട് അവര് ആത്മീയ പാതയിലേക്ക് പോകും. അതാണ് ഈ വാനപ്രസ്ഥം എടുത്ത് പോകുന്നത്. അപ്പൊ ഈ രാജാവും 2 പത്നിമാരും വാനപ്രസ്ഥം പോയി. അങ്ങനെ ജരാസന്ധൻ ഇപ്പഴിങ്ങനെ വാഴുകയാണ്. ജരാസന്ധന്റെ പ്രത്യേകത അദ്ദേഹം ബ്രാഹ്മണരെയൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ബ്രാഹ്മണർക്ക് വേണ്ട കഴിവ് എന്താ പറയാ എല്ലാ സമ്മാനങ്ങളും കൊടുത്ത് എന്താ പറയാ ബഹുമാനങ്ങളും അവർക്ക് വേണ്ടതെല്ലാം കൂടെ ബ്രാഹ്മണരെ പൂജിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു തരത്തിലുള്ള ജീവിതം. പക്ഷെ എങ്കിലും കൂട്ടുകെട്ട് ഇങ്ങനത്തുള്ള ദുർബുദ്ധികളുടെ കൂടെ ആയതുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, ചക്രവർത്തി ആവുകയാണ് ആഗ്രഹം. പക്ഷെ ബ്രാഹ്മണരെ അദ്ദേഹം ഉപദ്രവിക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹം അവിടെ രാജാവായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറയാണ് ഇയാളുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാല് ഉള്ള രാജാക്കന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി എന്താ പറയാ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ. ഏതാണ്ട് 86 രാജാക്കന്മാർ ഇപ്പൊ അടിമകളായിട്ടുണ്ട്. ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് 100 തികയുമ്പോ ഈ കാപാലികന്മാരെ കേട്ടിട്ടില്ലേ? കാപാലികന്മാര്. അത് പ്രത്യേകതരം അത് ആധികാരികമൊന്നുമല്ലെങ്കിലും കാപാലിക രീതികൾ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നു. നമുക്കറിയാം ശങ്കരാചാര്യരുടെ ആ ഒരു ചരിത്രത്തിലൊക്കെ നമ്മൾ കാപാലികന്മാരെ പറ്റി പറയുന്നുണ്ട്. അവർ ഈ മൃഗബലി മാത്രമല്ല നരബലി ഇവിടെ കൊടുത്തിട്ട് അവർ അവരുടെ ആഗ്രഹങ്ങളെ സാധിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആരാധനാക്രമമാണ്. അപ്പൊ ഇദ്ദേഹം ഈ 100 രാജാക്കന്മാർ തികച്ചിട്ട് 86 ആയുള്ളൂ. ഇവരെ 100 പേരെ ഒരുമിച്ച് തലവെട്ടി ഈ കാപാലിക പൂജ നടത്തി എന്താ പറയാ ഒരു ആഗ്രഹങ്ങൾ സാധിക്കുക, ചക്രവർത്തിയാവുക, അങ്ങനത്തെ ഒരു ശക്തനായി തീരുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമുള്ള പ്ലാനിലാണ്. അങ്ങനെയുള്ള സമയത്താണ് ശക്തരായിട്ടുള്ള 2 കൈകൾ പോകുന്നത്, ഹംസനും ദീപകനും. അപ്പൊ അതുകൊണ്ട് കുറച്ച് അടങ്ങിയിരിക്കാം. പക്ഷെ ജരാസന്ധന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അങ്ങനെ അടങ്ങിയിരിക്കില്ല. അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങും എന്നറിയാം. ഇത്രയും കൃഷ്ണൻ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ രാജസ്വം നടത്തുന്നതൊക്കെ കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ ഒരു ജരാസന്ധൻ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും രാജസൂയം നടത്താനോ, രാജസൂയം എന്ന് വെച്ചാല് ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും ഒന്നി യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക, അല്ലെങ്കിൽ അവരെ സ്വന്തം കക്ഷി ചേർക്കുക, അല്ലെങ്കിൽ സാമന്തന്മാരാക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളാക്കുക, അങ്ങനെ പലതരത്തിലുള്ള. പക്ഷെ ഇവരെ അംഗീകരിക്കണം, ഇവരുടെ മേൽക്കോമ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തും. അങ്ങനെയാണ് അന്നത്തെ ആ ഒരു സിസ്റ്റം. അപ്പൊ രാജസ്വം ചെയ്യണമെങ്കിൽ എല്ലാ രാജാക്കന്മാരുടെയും സഹകരണം വേണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഇവരുടെ അധീശത്വം സ്വീകരിക്കുകയും വേണം. അത് ഏത് തരത്തിലാണെങ്കിലും. ഇപ്പൊ സുഹൃത്തായിട്ട് ആദ്യം യുദ്ധം ചെയ്ത് സുഹൃത്തായി കൊള്ളാം എന്ന് പറയുന്നവരെ ആ രീതിയിൽ പോലെ ചതിയും വഞ്ചനയും ആകുന്നില്ല ഈ ഒരു കാര്യത്തില്. സമ്മതിച്ചാൽ സമ്മതിച്ചാണ്, പിന്നെ വീണ്ടും ഒരു ചതിക്കാനൊന്നും അങ്ങനെ ശ്രമിക്കാറില്ല. അങ്ങനെ കപ്പം കൊടുക്കണം, കുറെ സമ്മാനങ്ങൾ കൊടുക്കണം, അങ്ങനെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. സാമന്തന്മാര് കപ്പം കൊടുക്കണമെന്നാണല്ലോ. പക്ഷെ ഇവര് വേറെ ആരും ആക്രമിക്കുന്ന ഈ ഒരു ചക്രവർത്തി ഉള്ളിടത്തോളം കാലം ഈ രാജാക്കന്മാരെല്ലാം സുരക്ഷിതരും കൂടിയാണ്. ഇവർ രാജ്യങ്ങളിൽ വേറെ ആരും ആക്രമിക്കാൻ വരില്ല. ഇത്ര ശക്തനായിട്ടുള്ള ചക്രവർത്തി കീഴിലാകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ആക്രമിക്കാൻ വരികയില്ല. അങ്ങനെ ഒരു ഗുണം കൂടെ അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തരായിട്ടുള്ള ചക്രവർത്തിമാർ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇവര് അംഗീകരിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതിൽ പറയുന്നുണ്ട്, ഈ ജരാസന്ധനോട് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ വേറെ രീതിയിലോട്ട് പോകുമായിരുന്നു അവർ. കാരണം ആകെ 18 അക്ഷോണി ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൽ കൂടുതൽ ഏതാണ്ട് 50 അക്ഷോണിയോ അത്രയോ അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. അത്രയും അക്ഷോണികൾ ഉണ്ടായിരുന്ന ജരാസന്ധൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യമേ ഭഗവാൻ എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യണത്. അതുകൊണ്ട് ഈ ജരാസന്ധനെ തട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴൊന്നും മഹാഭാരത യുദ്ധത്തിന്റെ കാര്യമൊന്നും വരുന്നില്ല. എങ്കിൽ പോലും ഞാൻ അത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ തൽക്കാലം നമ്മുടെ ആവശ്യം രാജസൂയാണ്. അത് നടത്തണമെങ്കിൽ ഇയാൾ ഇരിക്കുന്ന കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇത്ര 86 രാജാക്കന്മാരെ പിടിച്ചപ്പോൾ അവർ ഇത്രയും സാമ്രാജ്യങ്ങൾ ഇയാളുടെ കീഴിലാണ്. അപ്പൊ ഈ ജരാസന്ധനെ തോൽപ്പിച്ച് കൊന്നു തോൽപ്പിച്ചാൽ മാത്രമേ
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അങ്ങ് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഇയാളുടെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നൊരു ചെറിയ സംശയം ഉണ്ട്. പക്ഷെ എന്നിട്ടും കൃഷ്ണന് പറയുന്നതുകൊണ്ട് യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി, ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അർജുനനും ഭീമനും കൃഷ്ണനും കൂടെ ജരാസന്ധനോട് യുദ്ധം ചെയ്യട്ടെ. അപ്പൊ ഭീമൻ പറയുന്നുണ്ട്, എനിക്കും അർജുനനും അദ്ദേഹത്തെ സ്വന്തം കഴിവുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും കൃഷ്ണന്റെ അനുഗ്രഹം, കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നു 100% ഉറപ്പാണ്. ഇതാണ് ഭക്തന്മാരുടെ ഒരു മാനസികാവസ്ഥ. ഈ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും സാധ്യമാണ്. ഇതാണ് കൃഷ്ണാബോധത്തിന്റെ പ്രധാന തത്വം, അല്ലെങ്കിൽ ശരണാഗതിയുടെ പ്രധാന തത്വം. എന്താണ്? നമ്മുടെ കഴിവുകൊണ്ട് നല്ല ഒന്നും നടക്കുന്നത്. നമ്മൾ ശ്രമിക്കണം, പക്ഷെ നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. ഭഗവാന്റെ കൃപയും കൂടെ അതിൽ വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ പരിശ്രമിക്കണം. അതിനൊപ്പം ഭഗവാന്റെ കൃപയും കൂടെ വേണം. അല്ല നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഭഗവാനെ മറക്കുന്നതല്ല ശരിക്കുമുള്ള കൃഷ്ണാബോധം. എന്ത് സംഭവിച്ചാലും ലോകത്തുള്ള നന്മ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും എല്ലാം ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ ശക്തിവിശേഷങ്ങളാണ്. എന്തായിട്ടുള്ള നമുക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടിയതാണ് എനിക്ക് എന്നൊരു തിരിച്ചറിവ് വേണം. നല്ലത് ഞാൻ പഠിച്ചു അല്ലെ ഞാനും പ്രാക്ടീസ് കൊണ്ട് എനിക്ക് കിട്ടി, അങ്ങനെയല്ല. ഭഗവാന്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലഭ്യമാവുള്ളൂ എന്ന് പറയും പോലെ ഭീമൻ പറയുന്നുണ്ട്, ഞങ്ങളെ കഴിവുകൊണ്ട് ഞങ്ങൾക്കും ജയിക്കാൻ പറ്റില്ലെങ്കിലും കൃഷ്ണൻ ഞങ്ങളോട് ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിജയം സാധ്യം, അല്ലേ? ആ ഗീതാ ശ്ലോകം പറയുന്നല്ലേ, എത്ര യോഗേശ്വര കൃഷ്ണ തത്ര പാർത്ഥോധനുധര, അല്ലെ? തത്ര വിജയ ശ്രീ ഉദിർ നിർവാനിതിർമതി. അപ്പോ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും സാധ്യമാവും എന്നുള്ള ഒരു വിശ്വാസം ഭീമനോട് പറയാം. അങ്ങനെ അവര് പ്ലാൻ ചെയ്ത് യുദ്ധത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? കൃഷ്ണനും അർജുനനും ഭീമനായിട്ടാണ് പോകുന്നത് മഗധ സാമ്രാജ്യത്തിലേക്ക്. 3 ബ്രാഹ്മണരുടെ വേഷത്തിലാണ് അവര് പോകുന്നത്. കാരണം ഇവർക്കറിയാം ജരാസന്ധൻ ബ്രാഹ്മണരെ ഒന്നും ഉപദ്രവിക്കില്ല, ബ്രാഹ്മണ വേഷധാരികൾ പെട്ടെന്നൊന്നും ആക്രമിക്കില്ല, ബ്രാഹ്മണരോട് ഭക്തിയും ദൈവം ഒക്കെ ഉള്ള ഒരു ആളാണെന്നുള്ള ഒരു കാര്യം അറിയാം. അങ്ങനെ ബ്രാഹ്മണ വേഷത്തില് മഗധയിൽ കടന്ന് ഗിരിപ്രജ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജരാസന്ധന്റെ രാജധാനിയിലോട്ട് കടക്കുകയാണ്. തലസ്ഥാന നഗരിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ പേരാണ് ഗിരിപ്രജ എന്ന പേര്. അവിടെ ചൈത്യക പർവ്വതം എന്നൊരു പർവ്വതം ഉണ്ടായിരുന്നു. ചൈത്യക പർവ്വതം. ആ പർവ്വതത്തിന് ഇവർ 3 പേരും കൂടെ ആ പർവ്വതത്തിന് ശിഖരം തച്ചുടയ്ക്കുകയാണ്, അടിച്ചു പൊട്ടിക്കുകയാണ് ഇവര് 3 പേരും കൂടെ ചേർന്നിട്ട്. ആ ചൈത്യപർവ്വതത്തിന്റെ ഈ ശിഖരത്തിന് അവിടുത്തെ നഗരവാസികള് ആരാധിക്കുന്ന ഒരു ഇതും കൂടെയായിരുന്നു, ഒരു ആരാധന കേന്ദ്രം കൂടെയായിരുന്നു, അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ആരാധ്യ വസ്തുവായിരുന്നു അത്. അതിന് തകർത്തു. എന്നിട്ട് നഗരത്തിൽ കിടക്കുകയാണ്. നഗരത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്? രാജാവിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ കയറി വരികയാണ്. കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ പുഷ്പവിഹാരം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാലയും ചന്ദനവും ഒക്കെ എടുത്ത് ദേഹത്തൊക്കെ പൂശി ഇങ്ങനെ അവര് നഗരത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. നഗരകവാടത്തിൽ കാണുന്ന കാഴ്ചകൾ വളരെ വിശേഷപ്പെട്ട നഗരകവാടം, രാജാവിന് വേണ്ടി പ്രത്യേക കവാടം, അതിൽ കൂടെയാണ് ഇവർ കയറി വന്നത്. അങ്ങനെ കയറാൻ ആർക്കും അനുവാദമില്ല. അപ്പൊ ആ നഗര കവാടത്തിൽ 3 വലിയ പെരുമ്പറകൾ വെച്ചിട്ടുണ്ട്. ആ പെരുമ്പറകളുടെ തോൽ എന്ന് വെച്ചാൽ ഋഷഭ എന്ന് പറയുന്ന രാക്ഷസന്റെ തോല് കൊണ്ടുണ്ടാക്കിയ 3 പെരുമ്പറകളാണ്. അപ്പൊ ഈ ഋഷഭനെ കൊന്നത് ഈ ബൃഹദ്രഥന്റെ പിതാവാണ്. സോറി, ബൃഹദ്രഥനാണ് ഇത് കൊന്നത്. അതായത് ജരാസന്ധന്റെ പിതാവായിട്ടുള്ള ബൃഹദ്രഥനാണ് കൊന്നത്. കൊന്നിട്ട് ആ ഓർമ്മക്കെട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ പല സ്ഥലങ്ങളിലെ പണ്ട് പല വീടുകളിലും ഈ വേട്ടയ്ക്ക് പോയിട്ട് മാനിനെയും ഒക്കെ സ്റ്റഫ് തലയും മറ്റു കാര്യങ്ങളല്ലേ പോത്തിന്റെ കൊമ്പ് കൊണ്ടുവച്ചിട്ടുണ്ടാവും, അല്ലേ? ആനക്കൊമ്പ്. പണ്ട് ഞാൻ ഈ വർഷം ഇപ്പൊ ചെയ്ത ചെയ്യില്ലോ, പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ. വേട്ടയാടി പുലിത്തോലെ കൊണ്ട് തൂക്കിയിടുന്ന. അതുപോലെ ഇവിടെ ബൃഹദ്രഥൻ ചെയ്തത് എന്താണ്? ജരാസന്ധന്റെ പിതാവ് ചെയ്തത് താൻ കൊന്ന രാക്ഷസൻ ഋഷഭൻ എന്ന് പറഞ്ഞ രാക്ഷസന്റെ തോലെടുത്ത് ഒരു 3 പെരുമ്പലുണ്ടാക്കി എന്താണ് നഗര കവാടത്തിന് വെച്ചൊക്കെയാണ്, കാരണം വരുന്നവരെ കാണാനായിട്ട്. ഈ
പെരുമ്പറയുടെ പ്രത്യേകത വെച്ചാൽ ഒരു പ്രാവശ്യം അതിലിങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തോളം അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള പെരുമ്പറകളായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഇവര് നേരെ പോയിട്ട് ബ്രാഹ്മണ വേഷത്തിലാണ് നേരെ പോയിട്ട് ജരാസന്ധന്റെ ഇരിക്കുന്ന സഭയിലേക്ക് പ്രവേശിച്ച് ജരാസന്ധനെ ഉണങ്ങി അവിടെ ജരാസന്ധൻ ഇവർക്ക് വേണ്ടുന്ന അർഘ്യ ഉപാധ്യതകളെ കൊടുത്ത് സ്വീകരിച്ചവരെ ബ്രാഹ്മണരാണല്ലോ. ബ്രാഹ്മണരെ ആരാധിക്കാൻ ഒരു മടിയില്ലാത്ത ജരാസന്ധൻ ബ്രാഹ്മണരെ മൊത്തം മൂന്നുപേരെ സ്വീകരിച്ച് വേണ്ടത് കൊടുത്ത് എന്താണ് അപ്പോൾ അടുത്ത് എന്താണ് താമസ സൗകര്യം അല്ലേ. അപ്പോഴത്തേക്കും കൃഷ്ണൻ അവിടെ ബ്രാഹ്മണ വേഷത്തിലാണ്. കൃഷ്ണൻ പറയും എന്റെ 2 സുഹൃത്തുക്കളും ഇന്ന് രാത്രി അർദ്ധരാത്രി വരെ മൗനവ്രതത്തിലാണ്, അതുകൊണ്ട് അവരൊന്നും സംസാരിക്കില്ല എന്ന് പറയും. എന്നിട്ട് ജരാസന്ധൻ ഏർപ്പാടാക്കി കൊടുത്ത ആ ഒരു ഭവനത്തിലേക്ക് കൊണ്ടുപോയി താമസാക്കണം. അപ്പോൾ ജരാസന്ധൻ ഒരു എന്താ പറയാ, ഇവരെ അതികളെ സ്വീകരിച്ച് അവരെ ശുശ്രൂഷിക്കാൻ വളരെ ഒരു ത്വരയുള്ള ആളാണ് ജരാസന്ധൻ. ഈ ജരാസന്ധന്റെ 2 പെൺമക്കളെയാണ് ശരിക്കും കംസന്റെ ഭാര്യമാരാക്കിയത്. ആസ്തിയും പ്രാപ്തിയും എന്നുള്ള 2 പെൺകുട്ടികളെ. ഈ കംസന്റെ മരണശേഷം ഈ 2 പേരും എന്ത് ചെയ്തു, അച്ഛന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അച്ഛനോട് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താവിനെ കൊന്ന കൃഷ്ണനെ നശിപ്പിക്കണം, അല്ലെ കൃഷ്ണൻ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അതുകൂടെയാണ് ഇപ്പൊ കൂടുതൽ ദേഷ്യമുണ്ട് ഈ ജരാസന്ധന് കൃഷ്ണനോട്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഇപ്പൊ അർദ്ധരാത്രിയായി, വല്ല ആകാംക്ഷയുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ചോദിക്കണം, എന്താ വേണ്ടതെന്ന് ചോദിക്കണമല്ലോ. അപ്പൊ ആ ആകാംക്ഷ കൊണ്ട് രാത്രി വരെയാണല്ലോ, അർദ്ധരാത്രി വരെയാണല്ലോ മൗനവ്രതം. അപ്പൊ അതുകൊണ്ട് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് ജരാസന്ധൻ അവിടേക്ക് തിരിച്ച് ഇവരുടെ ആ ഒരു എന്താ പറയാ അതിഥി മന്ദിരത്തിലേക്ക് വരികയാണ്. വന്ന് സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിന് നിങ്ങൾ വന്നപ്പോ തന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ ഇവരുടെ ശരീരം എന്ന് പറയണത് ബ്രാഹ്മണരുടെ ശരീരമല്ല, നല്ല ആയുധ വിദ്യ കൈകാര്യം ചെയ്യുന്ന ക്ഷത്രിയന്മാരുടെ ശരീരം. അദ്ദേഹം ക്ഷത്രിയനാണല്ലോ. അപ്പൊ ജരാസന്ധന് അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം എന്ത് അല്ലെ, നമുക്കറിയാം പല ആൾക്കാരിൽ അവരെ കാണുമ്പോൾ അവരുടെ തൊഴിലൊക്കെ നമുക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ അല്ല വെറുതെ ശരീര അധ്വാനം ഇല്ലാത്ത ആൾക്കാരും കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ കൈയും മസിലും കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ വിറവ് വെട്ടുന്നവരുടെ അല്ലെ അങ്ങനെ ആൾക്കാരുടെയൊക്കെ നല്ല മസിലും ഉണ്ടാവും. അപ്പോ ഇത് കണ്ടിട്ട് ഞാൻ മനസ്സിലായി ഇവർ ബ്രാഹ്മണൻ നല്ലെന്നുള്ള കാര്യം ഒരു സംശയമുണ്ട് മനസ്സിലായി. ഞാൻ തീർത്ത് പറയാനും പറ്റില്ല. കാരണം ബ്രാഹ്മണർ അന്ന് കാലത്ത് ബ്രാഹ്മണ ജനിച്ചവരും ആയോധന കലയൊക്കെ പഠിപ്പിക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. നമ്മളീ പറയില്ലേ എന്താ പറയുക, ചാതുർണ്യ മയാസിഷ്ടം ഗുണകർമ്മഭാഗശ. ആൾക്കാരുടെ ഗുണവും അവരുടെ ടേസ്റ്റും ഒക്കെ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ ആ തൊഴിൽ ഏർപ്പെടുന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ഈ ഏത് വർണ്ണത്തിൽ പെടുന്ന വെച്ചാൽ അവരുടെ ചെയ്യുന്ന തൊഴിലിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ വർണ്ണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ തീർത്ത് പറയാനും പറ്റില്ല ഇവർ ബ്രാഹ്മണർ അല്ലെന്നും പറയാൻ പറ്റില്ല അല്ലെ. അശ്വത്ഥമാവത്, ദ്രോണാചാര്യ, കൃപാചാര്യ ഒക്കെ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് എന്തെങ്കിലും അവരതും പ്രവർത്തിച്ചു പോയാലും അത് പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മനസ്സിലാക്കിയിട്ട്. കാരണം ഇവരുടെ കയ്യിൽ ഈ സ്ഥിരമായിട്ട് അമ്പ് ചെയ്യുന്നവരുടെ കയ്യിൽ അതിന്റെ തഴമ്പുണ്ടാവും. അമ്പ് ഇങ്ങനെ സ്ഥിരം കൊണ്ട് അമ്പ് ഞാൻ വലിച്ചു വിടുമ്പോൾ അമ്പിന്റെ അറ്റം കൊണ്ടിട്ട് കയ്യിൽ ഒരുപാട് തഴമ്പുകളുണ്ടാവും. ഇതും അദ്ദേഹം ശ്രദ്ധിച്ചു. അത് മാത്രമല്ല അദ്ദേഹം പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ മൗനവ്രതം ചെയ്യുന്ന ആൾക്കാർ, വ്രതത്തിലുള്ള ആൾക്കാർക്ക് സാധാരണ വലിയ മാലകളൊക്കെ അണിഞ്ഞ് പൂമാലകളും ഹാരമൊക്കെ ഇട്ട് ചന്ദനമൊക്കെ പുരട്ടിയൊന്നും അങ്ങനെ നടക്കില്ല. വ്രതം കുറച്ച് സിമ്പിൾ ആയിരിക്കുമല്ലോ. അന്നൊക്കെ അദ്ദേഹം ഇപ്പൊ ചോദിച്ചു തുടങ്ങി, എനിക്ക് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ വളരെ ഒരു എന്താ പറയാ വിരോധാഭാസം കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ബ്രാഹ്മണനാണ്, സത്യം പറയാൻ പറയും. ഇത്രയൊക്കെയാണ് സംഭവം എന്താ പറയാ കളി വിളിച്ചതായിരുന്നപ്പോ കൃഷ്ണൻ സംസാരിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, സുഹൃത്തുക്കളാണല്ലോ ശരിക്കും നേർവഴിക്ക് വരുന്നത്. ഒരു ശത്രുവിന്റെ രാജ്യത്തെ കടക്കാനായിട്ട് പ്രത്യേക നിയമമോ അല്ലെങ്കിൽ പ്രത്യേക വാതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തിന് വീട്ടിൽ വരുമ്പോൾ അത് നേരെയുള്ള വാതിൽ വരേണ്ടത് എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ നിങ്ങളുടെ ശത്രു തന്നെയാണെന്ന് പറയും. ഇപ്പോഴാണ് മിഡ് നൈറ്റ്, രാത്രിയിൽ അങ്ങനെ യുദ്ധവും അല്ലെങ്കിൽ ആക്രമണമൊന്നും ചെയ്യില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ജരാസന്ധൻ ദുഷ്ടനാണെങ്കിലും അന്ന് കാലത്ത് ഈ കുറച്ച് നിയമങ്ങളൊക്കെ നോക്കിയിരുന്നു, ധർമ്മമൊക്കെ നോക്കിയിരുന്നു. അതുകൊണ്ടായിരിക്കും കൃഷ്ണൻ അങ്ങനെ ഒരു പറഞ്ഞു, അർദ്ധരാത്രി ഇവര് മൗനവ്രതത്തിലാണ്. അപ്പോൾ കാര്യം അറിയാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രിക്ക് അവിടെ ഭഗവാൻ പ്രയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അർദ്ധരാത്രി വരെ. അർദ്ധരാത്രിക്ക് എന്തായാലും പണ്ട് കാലത്ത് ആയുധം എടുക്കില്ല. അതാണ് അന്നത്തെ ഭാരതത്തിലേക്ക് ഒരു നിയമവും ധർമ്മമൊക്കെ അതായിരുന്നു. യുദ്ധധർമ്മമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞിട്ടും കൃഷ്ണൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്,
ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു ബ്രാഹ്മണനെ ഉപദ്രവിച്ചിട്ടില്ല. ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ശത്രു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ എളിമയോടെ ചോദിക്കുകയാണ് ജരാസന്ധൻ. അപ്പൊ പറയും, ഞങ്ങള് ഒരു പ്രത്യേക രാജാവ് പറഞ്ഞയച്ചാണ് ഞങ്ങളെ ഇങ്ങോട്ട്. താങ്കൾ ഇവിടെ ഒരുപാട് രാജാക്കന്മാരെ പിടിച്ചിവിടെ അടിമയൊക്കെ വെച്ചിട്ടില്ലേ? അവരൊക്കെ മോചിപ്പിക്കണം. താങ്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. അപ്പൊ കൃഷ്ണൻ ആദ്യമേ ഭീമനോട് പറയുന്നുണ്ട്, യുധിഷ്ഠിരോട് പറയുന്നുണ്ട്, ഇയാളുടെ അവിടെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ, പടയോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടണമെങ്കിൽ ജരാസന്ധനെ ഒറ്റയ്ക്ക് കിട്ടണം. അല്ലേ? പണ്ട് പല ഈ ഡയലോഗും ഗുണ്ടകളും പറയും പോലെ, കിട്ടണമെങ്കിൽ അവനെ ഒറ്റയ്ക്ക് കിട്ടണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയും പോലെ കൃഷ്ണൻ പറയും, ഒറ്റയ്ക്ക് കിട്ടണം എങ്കിലേ നമുക്ക് ശരിയാക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് പറയും. അങ്ങനെ അപ്പം ജരാസന്ധൻ എന്ത് ചെയ്തു? അപ്പോൾ സത്യം വെളിപ്പെടുത്തി, ഞാൻ കൃഷ്ണനാണ്, ഇവര് യുധിഷ്ഠിരന്റെ സഹോദരന്മായിട്ടുള്ള ഭീമനും അർജുനനുമാണ്. അത്രയപ്പോ ശരി, അങ്ങനെ യുദ്ധം ചെയ്യാം. അപ്പൊ ദ്വന്ദ്വയുദ്ധം ചോദിക്കുന്നത്, അപ്പൊ ശരി ചെയ്യാം, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം മറ്റു ചടങ്ങുകളൊക്കെ ചെയ്തു. ബ്രാഹ്മണരെ വിളിച്ച് വേണ്ട എന്താ പറയാ ചടങ്ങുകളൊക്കെ പ്യൂരിഫിക്കേഷൻ, അതായത് ശുദ്ധീകരണ ക്രിയയൊക്കെ നടത്തി പുണ്യാവചനമൊക്കെ ചെയ്ത് അദ്ദേഹം യുദ്ധത്തിലേക്ക് അങ്ങനെ മൽപ്പിടുത്തം, നിരായുധനായിട്ടാണ്. മൽപ്പിടുത്തമാണല്ലോ ഉദ്ദേശം. അപ്പൊ ആയുധങ്ങളൊന്നുമില്ല. ഭീമനും ജരാസന്ധനും അത്യുഗ്രമായിട്ടുള്ള യുദ്ധം. ഇത് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാല് ഈ അർദ്ധരാത്രി ജരാസന്ധൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേക്കും തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, താങ്കൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ മോക്ഷം കിട്ടട്ടെ എന്നാണ് കൃഷ്ണൻ അനുഗ്രഹിക്കുന്നത് എന്ന് പറയണം കൃഷ്ണൻ. ഇത് കേട്ടപ്പോൾ ശരി, ബ്രാഹ്മണരുടെ വാക്കുകൾ സത്യവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ബ്രാഹ്മണരുടെ വാക്കുകളെ പറ്റി, ബ്രാഹ്മണന്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ കുറച്ച് ജരാസന്ധൻ പറയുന്നുണ്ട്. കൃഷ്ണൻ എന്താ ഉദ്ദേശിച്ചത് അവിടെ? നീ എത്രയും പെട്ടെന്ന് ചത്തുപോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് അവിടെ. താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മോക്ഷം കിട്ടട്ടെ, വലിയ എഫേർട്ട് ഇല്ലാതെ മോക്ഷം ലഭിക്കട്ടെ എന്നാണ് കൃഷ്ണൻ അനുഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ നിന്റെ സമയം അടുത്തു എന്നാണ്. അപ്പോ യുദ്ധം തുടങ്ങി, ദ്വന്ദ്വയുദ്ധം. കാർത്തിക മാസം 1-ാം തീയതി തുടങ്ങിയ യുദ്ധം എന്റെ 14 അഹോരാത്രം ആഹാരവും ജലപാനവും ഒന്നുമില്ല, ഉറക്കമില്ലാത്ത യുദ്ധമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ 14-ാം തീയതി 14 ദിവസത്തിന്റെ അന്ന് രാത്രി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ചെറുതായിട്ട് ജരാസന്ധൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. അപ്പൊ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഭീമ, ജരാസന്ധൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ടൊന്നും ആക്രമിക്കണ്ട, ചെറുതായിട്ട് ആക്രമിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഭീമ പറയാം, അതൊന്നും പറ്റില്ല, എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കും, അങ്ങനെ ഒന്നും പറ്റൂല, ഇവനെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് അടിക്കുകയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടുന്നുണ്ട്. അപ്പം തൂക്കി എടുത്ത് ഇങ്ങനെ കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദൂരേക്ക് എറിയുന്നുണ്ട്. ഭീമൻ അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കി ഈ ജരാസന്ധനെ പിടിച്ചെടുത്ത് ഒരു 100 പ്രാവശ്യം തലക്ക് ചുറ്റും ഇങ്ങനെ ചുരട്ടിയെടുത്ത് ഒറ്റയേറി തറയിൽ. അങ്ങനെ വളരെ അവശനായിട്ട് ഇങ്ങനെ അവശനായിപ്പോയി ജരാസന്ധൻ. എന്നിട്ടും ചാടി എഴുന്നേറ്റ് വീണ്ടും ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എറിയലും ചവിട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ്വന്ദ്വ തമ്മിലുള്ള വലിയൊരു എന്താ പറയാ അത്യുഗ്രമായിട്ടുള്ള ഒരു റെസ്ലിംഗ് തന്നെ നടന്നു എന്ന് പറയാം അവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന റെസ്ലിംഗ് അല്ല, യഥാർത്ഥ മൽപ്പിടുത്തം, മല്ലയുദ്ധമാണ് ശരിക്കും റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇന്ന് കാണുന്ന റെസ്ലിംഗ് മല്ലയുദ്ധം ഒന്നുമല്ല, അത് നേരത്തെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കളിയൊക്കെ, ഒരു ഗെയിം പോലെയാണ്, ടൈർ എന്റർടൈൻമെന്റ് പോലെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ യഥാർത്ഥ ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്നത് ശരിക്കുള്ള യുദ്ധം തന്നെയാണ്. അത് ഒരു 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 മത്സരം തന്നെയാണത്, മത്സരമാണ്. അപ്പൊ ഈ യുദ്ധം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും കൊല്ലാൻ പറ്റുന്നില്ല. പക്ഷെ കൃഷ്ണൻ അവിടെ നിന്ന് ചില സൂചനകളിൽ കൂടെയും ആംഗ്യങ്ങളിലൂടെ കൂടെ കാണിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും മഹാഭാരതം സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ജരാസന്ധന്റെ ജന്മരഹസ്യം അറിയാവുന്നുള്ള കൃഷ്ണൻ ചില ആംഗ്യത്തിലൂടെ ചില സൂചനകളിലൂടെ കാണിച്ചു കൊടുക്കുന്നത്, ഒരു ദർഭ എടുത്തിട്ട് നടുവേ കീറിയിട്ട് ഇട്ട് കാണിക്കും. ഒന്നും പറയാൻ പറ്റില്ല, ഇതിൽ അങ്ങനെ ഇടപെടാൻ പറ്റില്ലല്ലോ, അത് ഫൗളാണ് നിയമത്തിൽ. അപ്പൊ കൃഷ്ണൻ ചെയ്തു വെറുതെ ഇങ്ങനെ. അപ്പൊ അർജുനൻ ഭീമൻ ഇതൊക്കെ ഭഗവാനെ ശ്രദ്ധിക്കണം, ഭഗവാന്റെ ആക്ഷനും ഇതൊക്കെ അതാണ്. എപ്പോഴും ഭഗവാന്റെ ഓരോ ആക്ഷനും വേണ്ടിയിട്ടാണ് ഇവര് ഭഗവാൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അത്രത്തോളം അവർ ഭഗവാനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം ഓരോ ജീവാത്മാവും. ഭഗവാൻ തരുന്ന നിർദ്ദേശങ്ങളും എന്താ പറയാ അറിവുകളും ഉപദേശങ്ങളൊക്കെ അതേപോലെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ആ സമയത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രം ജീവിതത്തിൽ നമുക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയോണ്ടുള്ള ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാവും.
ഭഗവാനെ ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ നമ്മുടെ തോന്നിവാസം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഈ എന്താ പറയുക, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേശ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും നമ്മൾ. ഭഗവാൻ എന്ത് നിർദ്ദേശം തരുന്നുണ്ട്, ഭഗവാന്റെ ഉപദേശങ്ങൾ എന്താണ്, അതൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ജന്മം കഴിയുമ്പോൾ തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാനും ഈ തുടർന്നുള്ള ശരീരം എടുക്കൽ എന്നുള്ള പ്രക്രിയ, ജന്മം എടുക്കൽ എന്ന പ്രക്രിയ നമുക്ക് ഒരു പുരുഷപ്പെടാൻ പറ്റും. അപ്പോ ഈ ഭീമൻ അവിടെ ഭഗവാന്റെ ഓരോ ഇത്രയും വലിയ യുദ്ധത്തിലും നമ്മുടെ ജീവിതവും ഒരു ദ്വന്ദ്വയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം, അല്ലെ? പലതരത്തിലുള്ള ജരാസന്ധന്മാർ നമ്മുടെ ജീവിതത്തിൽ വരും, അല്ലെ? കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങള്, അങ്ങനെ പലതരത്തിലുള്ള ജരാസന്ധന്മാർ നമ്മൾ ദിവസം ഇതിനൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാന്റെ ഒരു അംഗവിക്ഷേപം എന്തൊക്കെയാണെന്ന് ആ സൂചന മനസ്സിലുള്ള ഒരു സമയം നമ്മൾ ചെലവാക്കിയാൽ മതി, അല്ലെ? ഉപനിഷത്തിൽ പറയുന്നുണ്ട്, അല്ലെ? സമാന വൃക്ഷ, അല്ലെ? രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിരിക്കും പോലെയാണ് ജീവാത്മാ പരമാത്മാവ്. ഈ ഒരു പക്ഷി, ജീവാത്മാവെന്ന പക്ഷി ഈ ഇന്ദ്രിയാസ്വാദനം നടത്തി അതിലെ ഫലങ്ങൾ ഭക്ഷിച്ച് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നോക്കി സാക്ഷിയായിട്ട് പരമാത്മാവ് എന്ന പക്ഷി ഇരിക്കുകയാണ്. അപ്പൊ ഉപനിഷത്ത് പറയുന്നു, ഈ ജീവാത്മാവിന്റെ പക്ഷി എപ്പോഴും ഈ ഒരു ആസ്വാദനം നിർത്തി സ്വന്തം മുഖം ഈ പരമാത്മാവായിട്ടുള്ള പക്ഷിയെ നേരെ തിരിക്കുന്നു, ആ സമയത്ത് മുതൽ ഇവന്റെ തലവര തന്നെ മാറുകയാണ്, ജാതകം തന്നെ മാറുകയാണ്. നമ്മൾ പറയും എന്റെ ജാതദോഷമാണ്, പക്ഷെ എപ്പോഴാണോ നമ്മൾ ഓരോ പ്രശ്നം വരും പറയും എന്റെ ജാതദോഷമാണ്, എന്റെ തലവിരുദ്ധാണ് എന്ന് പറയും. എന്ന് പറയുമ്പോഴും നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഒരു പൂർണ്ണമായിട്ട് നമ്മൾ ഏത് തോതിൽ ഭഗവാൻ നമ്മൾ ശരണം പ്രാപിക്കുന്നു അതനുസരിച്ച് നമ്മുടെ കർമ്മവിനകളും മാറിക്കിട്ടുന്നു, തലവര തന്നെ മാറിപ്പോകുന്ന പറയുന്നത്. അതാണ് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സവിശേഷത. അപ്പൊ ഭീമൻ ഭഗവാന്റെ എല്ലാ അംഗവിക്ഷേപങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ദർഭ എടുത്തിട്ട് കയറി നിലത്തിട്ടു. അപ്പോഴേ ഈ കഥ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് മനസ്സിലായി ഭീമന്. ഭീമൻ എന്ത് ചെയ്തു, ജരാസന്ധനെ ചവിട്ടി പിടിച്ചുകൊണ്ട് ചുറ്റി തറയിട്ടിട്ട് വീണ സമയം നോക്കി ചവിട്ടി പിടിച്ചുകൊണ്ട്, തൊടയെ ചവിട്ടി പിടിച്ചുകൊണ്ട് മറ്റേ കാല് പിടിച്ച് വലിച്ച് രണ്ട് നേർ പകുതിയായിട്ട് എടുത്തിട്ടു. പക്ഷെ വീണ്ടും അത് ഒട്ടിച്ചേർന്നു. അങ്ങനെ 2 തവണ ചെയ്യുമ്പോഴും കൃഷ്ണൻ എന്ത് ചെയ്യും, ദർഭ കീറി 2 സൈഡിലോട്ടിട്ടു. അപ്പൊ ഈ ഭീമന് മനസ്സിലാവും നേരെ ഇട്ട ശരിയാവില്ല. ഇപ്പൊ 2 സൈഡിലോട്ടും ഇട്ട കാരണം വീണ്ടും ഒട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ജരാസന്ധൻ അവിടെ ഒരു കഥയായിട്ട് അവശേഷിക്കുകയാണ്. ജീവിതം അവസാനിച്ചു ജരാസന്ധന്റെ. അങ്ങനെ ജരാസന്ധൻ മരിക്കുന്നു. ആ സമയത്ത് ഒരു അദ്ദേഹത്തിന്റെ പുത്രൻ, ജരാസന്ധന്റെ പുത്രൻ സഹദേവൻ എന്നാണ് പേര്. വേറെ കഥാപാത്രം സഹദേവൻ. നമ്മുടെ സഹദേവൻ ഈ പഞ്ചമായിട്ട് സഹദേവനല്ല, നമുക്കറിയാം. ഇന്ന് തന്നെ നമുക്കറിയാം, അല്ലേ? നമ്മുടെ ചുറ്റും ഒരേ പേര് പല ആൾക്കാരുണ്ട്. അന്ന് പറഞ്ഞ പോലെ അന്നും ഒരേ പേര് പല ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ ജരാസന്ധന്റെ പുത്രനായിട്ടുള്ള ഒരു സഹദേവൻ മന്ത്രിമാരെയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ രാജാവിലത്തെ രാജ്യമായി. അപ്പൊ രാജാവിലത്തെ രാജ്യം അരാജകത്വമായി പോകും, അല്ലെ? അതുകൊണ്ട് ഭഗവാനെ വന്ന് നമസ്കരിച്ച് ഭഗവാന്റെ ആ മഹത്വം അറിയാന്നുള്ള ആളായിരുന്നു ഈ സഹദേവൻ. അങ്ങനെ ഇദ്ദേഹം ഇതിലേക്ക് ഇങ്ങനെ നമസ്കരിച്ച് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, ഈ സഹദേവൻ അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്താണ്, പോകുമ്പോഴേ അവിടെ നല്ലൊരു സുന്ദരമായ രഥം ഉണ്ടായിരുന്നു. അങ്ങനെ ജരാസന്ധന്റെ ആ രഥം ദേവേന്ദ്രൻ വസുവിന് കൊടുത്തു. വസു എന്നൊരു രാജാവിന് കൊടുത്ത ഒരു രഥമായിരുന്നു. ആ വസു ബൃഹദ്രഥന് കൊടുത്തു ആ രഥം. ആ രഥമാണ് ഇപ്പോ ജരാസന്ധ ദിവ്യമായിട്ടുള്ള രഥമാണ്. ആ രഥമായിട്ട് ആണ് ഭഗവാൻ രഥത്തിന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കുകയും അർജുനനെയും ഭീമനെയും അതിൽ കയറ്റി ഭഗവാൻ തന്നെ തേര് തെളിച്ച് ഇവരെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്, തിരിച്ചങ്ങോട്ടേക്ക്. അതിനു മുമ്പായിട്ട് സഹദേവനെ രാജാവായിട്ട് വാഴിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയായി. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ശത്രുവിനെ അവര് നശിപ്പിച്ചു. ഇനി ധൈര്യമായിട്ട് രാജസൂയത്തിന്റെ മറ്റ് സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. അതായത് മറ്റ് രാജാക്കന്മാർ, അപ്പൊ ഈ 86 രാജാക്കന്മാരും വന്ന് ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. അപ്പൊ അവരോട് കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു രാജസൂയം നടത്താൻ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളെല്ലാം നമ്മൾ സാധാരണ പറയില്ല പ്രോഗ്രാം ഉണ്ട്, രഥയാത്രയുണ്ട്, എല്ലാവരും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയില്ല, എല്ലാവരും വന്ന് പങ്കെടുത്ത് ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മഹാ സംരംഭം നടക്കാൻ പോവാണ്, നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിങ്ങളെല്ലാവരും ഈ നമ്മുടെ ജരാസന്ധൻ നിങ്ങളെ രക്ഷിച്ചു, അതുകൊണ്ട് ഈ അർജുനന്റെയും ഭീമന്റെയും രാജാവായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള രാജാവായിട്ടുള്ള യുധിഷ്ഠിരന്റെ കൂടെ നിൽക്കണം, സഖ്യമായിട്ട് നിങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ അതൊക്കെ അവർ അംഗീകരിച്ച് ഭഗവാൻ പറയുന്നു രക്ഷിച്ചു. അപ്പൊ കടപ്പാടായി, അല്ലെ? അപ്പൊ അവരെ
അത് സമ്മതിച്ചവര് രക്ഷിച്ച് മുമ്പോട്ട് രക്ഷിച്ചതിന്റെ കടമ നിർവഹിച്ച് അവർ സമ്മതിക്കുകയാണ്. ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങള് യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവര് സന്തോഷത്തോടു കൂടി സ്വന്തം രാജ്യങ്ങളിലേക്ക് പോവാണ്. അങ്ങനെ അതിനുശേഷം അർജുനനും ഭീമനും കൃഷ്ണനും യുധിഷ്ഠിരന്റെ അടുത്തെത്തി നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് ഇപ്പം യുധിഷ്ഠിരനും സമാധാനം, ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കാശി വേണമല്ലോ. അത് മാത്രമല്ല, ഇനി മറ്റു രാജാക്കന്മാരുണ്ട്. ഈ സഖ്യം അല്ലെങ്കിൽ ഇവരുടെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത രാജാക്കന്മാർ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ യുധിഷ്ഠിരൻ ഒഴികെ ബാക്കി 4 പാണ്ഡവരും 4 ദിക്കിലേക്ക് പുറപ്പെടുകയാണ് ദിഗ്വിജയത്തിനായിട്ട്. അപ്പൊ അതിന്റെ വെച്ചാൽ ഈ രാജാക്കന്മാരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിർത്താനും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ തന്നെ കുറെ ആൾക്കാരെ ഡെലിഗേറ്റ്സിനെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, മറ്റു രാജ്യങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. ഇപ്പൊ അത് യുദ്ധം രാജസ്വയം നടത്തി അവരെ തോൽപ്പിക്കാനല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. അതുപോലെ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നെന്ന് പറയും. ഇന്നത്തെ പുതിയ രാജതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരത കാലഘട്ടത്തിൽ ഉണ്ടെന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, പുതുതായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഇതൊക്കെ. യുദ്ധതന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ രാജതന്ത്രങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നത് തന്നെയാണ്, ഈ രാജനീതിയൊക്കെ. അങ്ങനെ ഈ അർജുനൻ ഒരു വടക്ക് ഭാഗത്തേക്ക് പോകുന്നു, ഇന്ദ്രപ്രസ്ഥത്തിന് വടക്കോട്ട് പോകുന്നു, ഭീമൻ കിഴക്കോട്ട് പോകുന്നു, സഹദേവൻ തെക്ക് ദിശ നോക്കി പോകുന്നു, നകുലൻ പടിഞ്ഞാറേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ ശക്തമായ സൈന്യത്തെ കൂടെ ഇവരുടെ കൂടെ അയക്കുകയാണ്. നേരെ പോയിട്ട് സംസാരിക്കും, അവർ സമ്മതിച്ച് എന്താ പറയാ മേൽക്കോയ്മ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം, അംഗീകരിച്ചാൽ സമാധാനം, അവരുടെ സഖ്യകക്ഷിയായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് ഈ ഇത് നടക്കുന്നത്. അങ്ങനെ അർജുനൻ അങ്ങനെ വടക്കോട്ട് യാത്ര ചെയ്ത് പോയി, ഉത്തരഗുരുവൊക്കെ കടന്ന് എല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാരെയൊക്കെ ഇങ്ങനെ അർജുനന്റെ ഈ ഇത് കാണുമ്പോൾ തന്നെ പലരും സഖ്യകക്ഷിയായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ ഗിഫ്റ്റും എന്താ പറയുക സമ്മാനങ്ങളും അതുപോലെ തന്നെ ടാക്സും ഒക്കെ കൊടുക്കണം, കപ്പം ഒക്കെ കൊടുത്തവരെല്ലാം. കാരണം ആരും ഇത്രയും വലിയ ശക്തനായിട്ടുള്ള ഒരു ആളുടെ കീഴിൽ ആരും അറിയാം, കൃഷ്ണന്റെ കൂടെ ആൾക്കാരാണ് അറിയാം. അതുകൊണ്ട് ഇവരുടെ ആ ഒരു കഴിവെല്ലാം കണ്ടിട്ട് അറിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഇവരുടെ മേൽക്കോയ്മ അതിശത്വം അംഗീകരിച്ച് അങ്ങനെ അർജുനൻ അങ്ങനെ ഗന്ധർവന്മാരെ കീഴടക്കി മാനസരോവരം കടന്ന് അപ്പുറം പോയി ഹരിവർഷം, നമ്മുടെ ഭാരതവർഷം കടന്ന് ഹരിവർഷത്തിലെത്തി. അവിടെ സാധാരണ മനുഷ്യ കുറച്ചുകൂടെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ദേശമാണത്, ഒരു സ്ഥലമാണ്. ഭൂമി പോലെ നമ്മുടെ ഭൂമി തന്നെയാണെങ്കിലും നമ്മുടെ ഭാരതവർഷം പോലെ അല്ല. സാധാരണ കുറച്ച് അമാനുഷികത്വമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ജീവിച്ചിരുന്നത് ഹരിവർഷത്തില്. അപ്പൊ അവിടുത്തെ ഈ കാവൽക്കാർ, നഗരം അതിർത്തി കാൽക്കുന്ന കാവൽക്കാർ, ഗാർഡ്സ്, അവര് അർജുനന്റെ ഈ ഒരു കണ്ടിട്ട് എന്താണ് ചോദിക്കണം, അങ്ങോട്ട് കടന്നവരാരുമില്ല മനുഷ്യന്മാരാരും ഇതുവരെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അതിനുവേണ്ടി അതിന്റെ ധനശേഖരണത്തെ മതി. അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി അവിടുത്തെ വിശേഷപ്പെട്ട പല ഗന്ധർവന്മാര് കൊടുക്കുന്ന കുതിരകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഗന്ധർവന്മാര് കൊടുക്കുന്ന കുതിരകള് ഈ പറയാ തത്തയുടെ പച്ച നിറമുള്ള കുതിരകൾ, നീലയുടെ മയിലിന്റെ നീല നിറമുള്ള കുതിരകൾ, അങ്ങനെ പല വിശേഷപ്പെട്ട കുതിരകളെയൊക്കെ കൊടുക്കുന്നു ഗന്ധർവന്മാര്. അതിനുശേഷമാണ് ഈ ഹരിവർഷത്തിലെത്തുന്നത്. ഹരിവർഷത്തിലെ നിവാസികളും ഇവർക്ക് അതിവിശേഷപ്പെട്ട സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന പല ദിവ്യമായിട്ടുള്ള വസ്തുക്കളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. അങ്ങനെ ദിഗ്വിജയം നടത്തി അർജുനൻ തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭീമൻ നേരെ പോയത് ചേദിയിലോട്ടാണ്. ചേദിയിൽ രാജാവ് അറിയാലോ, ശിശുപാലൻ അർജുനെ കണ്ടപ്പോൾ തന്നെ, ശിശുപാലൻ എന്ന് വെച്ചാൽ വളരെ നിൽക്കാൻ പഠിച്ചവനാണ്, വളരെ ഒരു ബുദ്ധിശാലിയാണ്. അതുകൊണ്ട് ഈ ഭീമന്റെ വരവ് കാണുമ്പോൾ തന്നെ ചെന്ന് സുഹൃത്തായിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ 30 ദിവസം 1 മാസം താമസിപ്പിച്ചു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവിടെ നിർത്തി. അദ്ദേഹം ഭീമൻ മറ്റു സ്ഥലങ്ങളുമൊക്കെ കീഴടക്കി തന്റെ ജൈത്രയാത്ര പൂർത്തീകരിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അതേസമയം സഹദേവൻ തെക്ക് വശത്താണല്ലോ പോയത് അല്ലെ, അവിടെ ദന്തഭക്തരനുമായിട്ടൊക്കെ സഖ്യമുണ്ടായി. അവന്തിയിലെ വിന്ദൻ അനുവിന്ദൻ എന്ന് പറഞ്ഞവരെയൊക്കെ കീഴ്പ്പെടുത്തി അവരെയും സഖ്യകക്ഷികളൊക്കെ ആക്കി. അങ്ങനെ പോയി സഹദേവൻ വീണ്ടും കിഷ്കിന്ധയിൽ എത്തുന്നു. അവിടെ മൈന്ദനും ദിവിതൻ എന്ന് പറഞ്ഞ 2 സഹോദരന്മാര്. മൈന്ദനും ദിവിതനും ആദ്യമൊക്കെ ഒരുപാട് യുദ്ധം ചെയ്തിട്ടും
മഹേന്ദ്രന്റെ ഒന്നും തളരുന്നില്ല. അവസാനം സഹദേവന്റെ ഈ ഒരു കഴിവ് കണ്ടിട്ട് അവര് തന്നെ അതിശത്വം അംഗീകരിച്ച്, തോറ്റിട്ടൊന്നും അല്ലെങ്കിലും ആ ഒരു ഇംപ്രസ്ഡ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് സമ്മാനങ്ങളും കൊടുത്ത് സമ്പത്തും ഒക്കെ കൊടുത്ത് തിരിച്ച് അയക്കുകയാണ്. അങ്ങനെ പൊക്കൊണ്ട സമയത്ത് അദ്ദേഹം മഹാവിഷ്മതിയിലെത്തും. അവിടെ നിലൻ എന്നൊരു രാജാവുണ്ട്. നിലന്റെ അടുത്ത് നിലൻ യുദ്ധത്തിന് തന്നെ വന്നു. കാരണം നിലൻ ഇത് തുടങ്ങിയപ്പോഴത്തേക്കും നിലന്റെ കൂടെ സഹായത്തിന്റെ ആളുണ്ടായിരുന്നു, അഗ്നിദേവൻ. ഈ അഗ്നിയുടെ ആ ഒരു സംരക്ഷണയിൽ ഇദ്ദേഹം അതിശക്തനും കൂടെ ആയിരുന്നു. അങ്ങനെ എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, അഗ്നി നിത്യം വസിക്കുന്നതാണ് ഈ മഹാവിഷ്മതി നിലന്റെ കൊട്ടാരത്തില്. അങ്ങനെ അഗ്നി വന്ന് വളരെ ശക്തമായിട്ട് വന്നപ്പോ ഇവര് പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല സഹദേവന്. കാരണം സൈന്യത്തെ മൊത്തം മരിച്ചു കളഞ്ഞില്ല. അഗ്നിയോട് തീക്കളിയാണെന്ന് പറയില്ല നമ്മള്, എന്ന് പറയാൻ പോലെയാണ്. തീനോട് ആരും കളിക്കില്ലല്ലോ അങ്ങനെ. അപ്പോഴാണ് ഈ പൂർവ്വവൃത്താന്തം പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ മഹാവിഷ്മതിയിലെ നീലന്റെ രാജധാനിയിൽ എങ്ങനെയാണ് ഈ അഗ്നി വന്നു എന്നുള്ളത്. നീലന് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു മകളുണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം കാണും ഒരു സുന്ദരനായ ബ്രാഹ്മണൻ സ്വന്തം മോളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന രാജാവ് ഇവനെ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കും. അങ്ങനെ ഉത്തരവിടുമ്പോ ഇതിനൊന്നും ചെയ്യാനും അഗ്നി സ്വന്തം സ്വരൂപം പ്രകടിപ്പിക്കും, അല്ലെ? അഗ്നി വളരെ തേജോമാനായിട്ട് അങ്ങനെ ആളി കത്തുന്ന രൂപത്തിലാവുമ്പോഴത്തേക്കും മനസ്സിലായി ഇത് അഗ്നിദേവനാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ച് കാര്യങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് എന്താണ് വേണ്ടത് ചെയ്യാൻ, നിന്റെ മകളെ എനിക്ക് വേണം. അങ്ങനെ ഈ അഗ്നിയുടെ പ്രത്യേകിച്ചല്ലേ ഇതിന്റെ അഗ്നി രൂപത്തിലൂടെ വസിക്കുകയാണ്. സാധാരണ നമ്മൾ വീശിക്കൊടുത്താലൊന്നും നേരെ കത്താത്ത ഈ അഗ്നി ഈ രാജകുമാരി കൊണ്ട് ഊതുമ്പോ ഈ അഗ്നി നല്ല ശക്തമായിട്ട് കത്തുന്ന ഒരു ഇതൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അഗ്നിദേവന് ഈ കുട്ടി വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഭാര്യയായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അതിന് പകരമായിട്ട് ഇദ്ദേഹത്തിന് താങ്കളെ എന്താ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെ ഞാൻ ഭക്ഷിച്ചോളാം എന്നുള്ള സംരക്ഷണം കൊടുത്തിട്ടാണ് അഗ്നിയോട് വസിക്കുന്നത്. മകളെയും അപ്പോ ഭാര്യയായിട്ട് കൊടുത്തു. ഈ നിലൻ എന്ന് പറയുന്ന മഹാരാജ നിലൻ മഹാരാജാവ്. അപ്പൊ ഇത്രയായപ്പോഴത്തേക്കും സഹദേവൻ മനസ്സിലായി ഇത് കാര്യം വശകാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ അവിടെ രാജസ്വം നടത്തുന്ന അതാണ് അഗ്നിക്ക് കൊടുക്കാനാണ്, അഗ്നിക്ക് വേണ്ടുന്ന അല്ലെ ഹോമാദികൾ ചെയ്യാനാണ്. അഗ്നി സാക്ഷിയായിട്ട് അഗ്നിക്കാണ് നമ്മൾ അർപ്പിക്കുന്നില്ല ഹോമത്തിൽ, അല്ലെ? ഇങ്ങനൊരു യാഗം ചെയ്യാനായിട്ട് അപ്പൊ അഗ്നിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് അഗ്നി നമ്മളെ പറയുമ്പോഴാണ് ഈ ഒരു എന്താ പറയാ പൂർവ്വ ചരിത്രം അവിടെ പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് അഗ്നി അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു രക്ഷയില്ല മനസ്സിലാക്കി സഹദേവൻ എന്ത് ചെയ്തു, എന്താ പറയാ അഗ്നിയല്ല ജലത്തിൽ ശുദ്ധി വരുത്തി അഗ്നിയെ ധ്യാനിച്ചുകൊണ്ട് ഒരു കുശ പായ വിരിച്ചോടി ധ്യാനമൊക്കെ നട്ടിരുന്നു. ഇത്രയും ധൈര്യത്തോടിരുന്ന ആ സഹദേവനെ കണ്ടിട്ട് അഗ്നി എന്ത് ചെയ്തു, ഉപദ്രവിച്ചില്ല. അഗ്നി സ്വന്തം ഒരു മനുഷ്യരൂപം സ്വീകരിച്ച് സംസാരിച്ചു. അല്ലയോ സഹദേവ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു, എന്തുകൊണ്ടും നിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കെല്ലാം എൻ്റെ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞ്. അപ്പൊ ഇത്രയായപ്പോഴത്തേക്കും ഈ നീലനും വന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സമ്മാനങ്ങളും സമ്പത്തും ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അതിശത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും യാത്ര ചെയ്ത് ഭോജക സാമ്രാജ്യം, അവിടെയാണ് ഭീഷ്മകനാണ് രുക്മിണിയുടെ അച്ഛൻ, അല്ലെ? രുക്മിയും ഭീഷ്മകനും ഉണ്ട് അപ്പൊ അവിടെ. അങ്ങനെ കൃഷ്ണനായിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അവരും അതിശത്വം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം പിന്നെയും തെക്കോട്ട് പോകുമ്പോഴത്തേക്ക് വിഭീഷണന്റെ സ്ഥലം. അപ്പൊ വിഭീഷണൻ അപ്പോഴുണ്ട് അവിടെ രാജാവായിട്ട് ഭരിക്കുന്ന പറയണത് ലങ്കയില്. വിഭീഷണനും ഭഗവാന്റെ ഭക്തനാണല്ലോ. ഭഗവാൻ കൃഷ്ണൻ ഇപ്പൊ രാമൻ കൃഷ്ണനായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനറിയാം. അതുകൊണ്ട് ഭക്തനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടുകൂടി ഈ സഹദേവന്റെ ഈ ഒരു എന്താ പറയാ അത് സഹദേവന്റെ എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന്റെ അതിശത്വം അംഗീകരിച്ച് യുധിഷ്ഠിരന്റെ ഒരു സാമന്തനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു രാജാവായിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സമ്മാനങ്ങളും കപ്പും ഒക്കെ കൊടുത്ത് അയക്കുന്നുണ്ട്. അങ്ങനെ പൊക്കൊണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ അദ്ദേഹം തിരിച്ച് ഇന്ദ്രപ്രസ്ഥയിൽ തിരിച്ചു പോകുന്നതാണ്. കിട്ടിയ വസ്തുക്കളെല്ലാം കൊണ്ട് പോവാണ്. അതിന്റെ നകുലൻ യാത്ര ചെയ്ത് പടിഞ്ഞാറോട്ടാണല്ലോ. അപ്പൊ നകുലൻ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ഒരുപാട് രാജാക്കന്മാരെ ഒക്കെ ആക്രമിച്ച് അല്ലെങ്കിൽ സഖ്യത്തിൽപ്പെടുത്തി
മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ ദ്വാരകയുടെ കീഴിലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തും. ദ്വാരകാ സാമ്രാജ്യത്തിൽ. അങ്ങനെ കൃഷ്ണന് ഒരു ഒരു മെസ്സഞ്ചർ അയക്കും, സന്ദേശവാഹകനായിരിക്കും. കൃഷ്ണന് സന്തോഷത്തോടുകൂടി യുധിഷ്ഠിരന്റെ അതീശത്വം സാമന്തനായിരിക്കില്ല, അല്ലെങ്കിൽ സഖ്യകക്ഷിയായിരിക്കുക എന്നുള്ള ഒരു ഇതും കൊടുത്തിട്ട് ഇതൊക്കെ കൃഷ്ണന്റെ ലീലകളാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ സ്വന്തം ഭക്തന്മാരെ എങ്ങനെ മഹാന്മാരാക്കി മഹത്വൽക്കി അവർക്ക് എങ്ങനെ മഹത്വം കൊടുക്കാം എന്ന് മാത്രമാണ് ഭഗവാന്റെ ഒരു ചിന്ത. അവിടെ ഭഗവാൻ അല്ല എനിക്ക് വലുതാവണം അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ നമ്മളെപ്പോലല്ല. സ്വന്തം ഭക്തന്മാരെ എപ്പോഴും ഉയർത്തിക്കാട്ടാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഭഗവാനും ഈ യുധിഷ്ഠിരന്റെ ആ ഒരു സഖ്യം അംഗീകരിക്കുകയാണ്. അങ്ങനെ നകുലൻ വീണ്ടും പോകുന്ന സ്വന്തം അമ്മാവനായിട്ടുള്ള ശല്യർ, അറിയാലോ അല്ലെ, മാദ്രിയുടെ സഹോദരൻ ശല്യർ, സ്വന്തം എന്താ പറയുക അനന്തരനല്ലേ. പിന്നെ അത് മാത്രമല്ല പാണ്ഡവരെ അത് അത്രയും പ്രിയമാണ്. അത് മാത്രമല്ല സഹോദരി പുത്രന്മാരെ കണ്ടു കുറഞ്ഞ നാളായി. ഈ പുത്രന്മാരുടെ സ്നേഹം കൊണ്ട് ശല്യരും. പ്രഭു, ഭഗവത്ഗീത ക്ലാസ്സിന് സമയമായി. സ്പീഡ് അപ്പ് പ്രഭു. നിർത്താണോ അത്? ഇത് എന്തുകൊണ്ട് പറഞ്ഞ് നിർത്താണോ? അങ്ങനെ ഈ നകുലന്റെ അമ്മാവൻ ശല്യരും ഇതിനെ അംഗീകരിക്കുകയാണ്. അത് എല്ലാം കൃഷ്ണന്റെ ആ ഒരു സഖ്യം ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാം അംഗീകരിക്കുന്നത്. അങ്ങനെ ശല്യരും അംഗീകരിച്ചു. അങ്ങനെ 4 പേരും 4 ദിക്കിലേക്ക് പോയി ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ അവരുടെ സഖ്യത്തിൽ ഉൾപ്പെടുത്തി അവര് കിട്ടിയ ധനവും എല്ലാം കൊണ്ട് യുധിഷ്ഠിരനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ യാത്ര കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന എന്താ പറയാ സപ്പോർട്ട്, ധനം എല്ലാം കിട്ടുക. ഇപ്പൊ വേണ്ടത് ധൈര്യമായിട്ട് അവർക്ക് രാജസ്വയം നടത്താം. അടുത്ത രാജസ്വയം നടത്തുന്നതിനെ പറ്റിയിട്ട് നമുക്കിനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാംസ് പ്രഭുജി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ കുരുക്ഷേത്ര വോറില്, ഹരേ കൃഷ്ണ, കുരുക്ഷേത്ര വോറില് 18 അക്ഷൗഹിണികളായിരുന്നില്ലേ? അതെ അതെ മാതാജി. അപ്പം എത്ര പേരാ മരിച്ചത്? 60 കോടി എന്നൊക്കെ കേൾക്കുന്നത്, അങ്ങനെയാണോ? 60 കോടി മരിച്ചോ? ഒരു അക്ഷൗഹിണി എന്ന് പറയുന്ന അത്രയൊന്നും ഇല്ലല്ലോ. അതെ, ഒരു അക്ഷൗഹിണിയുടെ കണക്കോട് ഞാൻ എഴുതിയിട്ടുണ്ട്, മുമ്പ് എഴുതി വെച്ചിട്ടാണ് ഞാൻ. അക്ഷൗഹിണിക്ക് വലിയ 21,870 എന്താ ചാരിയറ്റ്, 21,870 ഹോഴ്സ് റൈഡേഴ്സ്, അങ്ങനെ. പക്ഷെ അത് എത്ര നമ്മൾ കൂട്ടിയാലും ഈ 60 കോടിയൊന്നും വരുന്നില്ല. അല്ല, അതിലിപ്പോ യുദ്ധത്തിൽ സാധാരണ ആൾക്കാരൊക്കെ മരിക്കുമല്ലോ, പടയാളികൾ മാത്രം ആയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ അത് അന്ന് കാലത്ത് ഇതിനേക്കാളും പോപ്പുലേഷൻ ഉണ്ടായിരുന്നിരിക്കും, നമുക്കറിയില്ലല്ലോ. ഈ ഭൂമിയുടെ എന്താ പറയാ അങ്ങോട്ടേക്കുള്ള മാറ്റങ്ങളും ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട് നമ്മൾ അന്ന് ഭൂമിശാസ്ത്രം ആയിരിക്കില്ല ഘടന. നമ്മൾ ഇന്ന് പറഞ്ഞ ഘടന എത്ര ലക്ഷം വർഷം മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു ഘടന അല്ലല്ലോ ഇപ്പോഴുള്ളത്. അങ്ങനെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവാം. യുദ്ധത്തിൽ ആളുകൾ മാത്രമല്ല മരിക്കുക, അല്ലെ? അങ്ങനെ വലിയ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാ ജനങ്ങൾ മരിക്കുമായിരിക്കുമല്ലോ. ഒരു സംശയം വന്നുണ്ട്. സാധാരണ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ സാധാരണ സിവിലിയൻസ് മരിക്കാറുണ്ടല്ലോ. അതൊരു വിജനമായ ഒരു സ്ഥലമല്ലായിരുന്നോ കുരുക്ഷേത്രം? നമ്മൾ പറയുന്നത് നമുക്കറിയില്ലല്ലോ ആ കാലഘട്ടത്തില്. കുരുക്ഷേത്രം വിജന സ്ഥലം അല്ലല്ലോ. അത് എല്ലാവരും വളരെയധികം യജ്ഞങ്ങളും തപസ്സും ഒക്കെ മറ്റും അനുഷ്ഠിക്കുന്ന ഒരു പുണ്യഭൂമി ആയിരുന്നു എന്നല്ലേ പറയാം. അതാ ഞാൻ പറയാം, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ജോഗ്രഫിക്കൽ ഒന്നും അല്ലല്ലോ അന്ന് കാലത്ത്. നമുക്കറിയില്ല എന്തുമാത്രം മാറ്റം. നമുക്ക് ഇപ്പൊ തന്നെ ഒരു 100 വർഷം മുമ്പുള്ള ഒരു ജോഗ്രഫിക്കൽ ഇതല്ല ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇത്രയും വർഷം വേറെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ് ഇപ്പൊ തന്നെ തുടങ്ങും. എല്ലാരും ആ ലിങ്കിൽ, ഇതേ ലിങ്കിൽ തന്നെ ഒന്നുകൂടെ കയറണേ ദയവേ. ഇത് ക്ലോസ് ചെയ്യണം, കാരണം റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് റെക്കോർഡിംഗ് ഇടണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണം. അപ്പം വീണ്ടും ഇതേ ലിങ്കിൽ തന്നെ ദയവായി കയറണം എല്ലാരും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.